നമ്മൾ വാതിൽ തുറന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്ലാന്റാണ്. എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഫൈനൽ പണികൾ കഴിഞ്ഞെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഗസ്റ്റ് ലിവിങ് റൂമിലേക്ക് ആദ്യം കിടക്കാം. ഇത് ഒരു ഗസ്റ്റ് ലിവിങ് റൂമാണ്. എക്സ്ട്രാ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ലിവിങ് റൂമാണ്. പഴയ ലിവിങ് റൂമിലെ ടി വിയും സോഫയൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇതിൻ്റെ വർക്കുകളൊക്കെ അടിയിൽ ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് ഞാനാണ് കേട്ടോ. എൻ്റെ പണികളാണ്. ഈ കാണുന്ന വുഡ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് ഞാനാണ്. ഇത് മനോഹരമാക്കി ഇതിട്ടു, പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എൻട്രൻസിലേക്ക് കിടക്കാം. ഇത് ഗ്രാനൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് പരിപാടികളൊക്കെ കഴിച്ച് ഇത് ഷൂ കേസിന് ഷൂകളൊക്കെ വയ്ക്കുക വന്നു കഴിഞ്ഞാൽ ലാൻഡിങ് ഏരിയ. ഇത് ഒരു ഗ്ലാസ് ഫ്രെയിം, മെറ്റലിൻ്റെയും സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ടുള്ള നല്ല ഹാൻഡിക്രാഫ്റ്റഡ്. ഓക്കെ, ഇത് സ്റ്റെയർ കേസ്. ഇത് ഞാനും എൻ്റെ പ്രണയിനിയും ഇന്ന് വാലൻറ്റൈൻസ് അല്ലേ, അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ തുടക്കമാണ്. ഇത് റോസ്പ്രിക്ക് 3 വയസ്സുള്ളപ്പോൾ ടോസിന് 1.5 വയസ്സുള്ളപ്പോഴുള്ള പിക്ചേഴ്സാണ്. അവരുടെ കുട്ടിക്കാലങ്ങളിലെ പിക്ചേഴ്സ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതാ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് ഫ്രെയിം വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് അടിയിൽ ആരൊക്കെ വന്നെന്ന് കാണാൻ പറ്റും. അപ്പോൾ കാർപ്പറ്റൊക്കെ മാറ്റി പുതിയ കാർപ്പറ്റാക്കി. എങ്ങനെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടാവുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കിച്ചണോടികളാണ് ലിവിങ് റൂമിലേക്ക് പോകുന്നത്. ഓക്കെ, കിച്ചൺ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ലിവിങ് റൂമിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. ആദ്യം ലിവിങ് റൂമിൽ എൻ്റെ ഡാഡിയെയും പപ്പേനെയും വെച്ചിട്ടുണ്ട്. ഫോട്ടോ, അവരുടെ ചെറുപ്പകാലങ്ങളിലെ ഫോട്ടോസ്, സീനായി കോളേജിലെ ഗിഫ്റ്റ്. ഇത് ഞങ്ങൾ പ്രണയിനികൾ, ഞങ്ങളുടെ ഫാമിലി പിക്ചേഴ്സ്. ഓക്കെ, ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് തന്നെ എടുത്ത് ഇത് വിടാമെന്ന് വിചാരിച്ചു. സിസ്റ്റങ്ങളും ഇതൊക്കെ വെച്ച് പുതിയ സോഫ വാങ്ങിച്ചു, ക്ലോത്തിൻ്റെ വാങ്ങിച്ചു. ഓക്കെ, ഇത് ഞങ്ങൾ 2 വർഷം മുമ്പ് ക്രൂയിസിൽ പോയപ്പോൾ എടുത്ത പിക്ചറാണ്. ഇതാണ് എൻ്റെ മണി പ്ലാന്റ്. അത് വളർന്ന് 4 വർഷം പഴക്കമുള്ളതാണ്. ഇത് ഫുള്ള് അവിടെ വരെ എത്തിക്കണം, അറ്റം വരെ എത്തിച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഞാൻ. ഓക്കെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഗ്രൂപ്പാണ്. ഒരു മാർബിളിൻ്റെ 2 ജീസസിൻ്റെയും മേരിയുടെയും ഇറ്റലിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടില്ല, നാളെ എത്തും. അപ്പോൾ അത് വയ്ക്കണം. ഇത് മാർബിളിൻ്റെ ലാസ്റ്റ് സപ്പർ, ബൈബിൾ സ്റ്റാൻഡ്, മേരി. ഓക്കെ, ഇതാണ് 75 ഇഞ്ചിൻ്റെ ടി വി വാങ്ങിച്ച് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഫയർ പ്ലേസ്. വളരെ മനോഹരമായിട്ട് നല്ല ഹീറ്റിംഗ് കിട്ടുന്ന ഇതാണ്. ഇപ്പം നല്ല തണുപ്പാണ് പുറത്ത്, 1 ഡിഗ്രി ടെമ്പറേച്ചർ. അപ്പോൾ ഹീറ്റിംഗ് എപ്പോഴും ഇട്ടിരിക്കണം. ഇതാണ് മീഡിയ വോള്, ഫുൾ മീഡിയ വോള്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഫ്രാങ്ക് ഡോസിൻ്റെ ഡിസൈനാണ്. അവൻ്റെ ഡിസൈനിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, LED ലൈറ്റ് എല്ലായിടത്തും കൊടുത്ത് നല്ല ഗ്രാൻഡായിട്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ ടീക്കിൻ്റെ ഒരു ആനക്കുട്ടീനെ വാങ്ങിച്ചു കൊണ്ടുവന്നു, അത് വെച്ചു. അത് ഫ്രാങ്ക് ഡോസിൻ്റെ സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർ ലിവിങ് റൂം. വലിയ വീഡിയോ ആണ് കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത് വലിയ ലിവിങ് റൂമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു 10 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാം. ഇനി അടുത്തത് ഞങ്ങളുടെ കൺസർവേറ്ററി. ഇപ്പോൾ ഞങ്ങൾ കൺസർവേറ്ററി അതിനെ ഡൈനിങ് റൂമോ പോലെയായിട്ട് സൂക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഡൈനിങ് റൂം ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. വീഡിയോ വലുതായി പോവുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ പോണത് കിച്ചൺ. നമ്മുടെ ചെറിയ പ്ലാന്റുകളും ഇതൊക്കെ വെച്ച്. ഇത് ഗ്രാനൈറ്റാണ്, പ്രോപ്പർ ഗ്രാനൈറ്റ്, സ്പാർക്ക്ലിംഗ് ഉള്ള ഗ്രാനൈറ്റ്. ഇത് ഡിഷ് വാഷർ ഇവിടെ, മൈക്രോവേവ് ഓവണും ഇതൊക്കെ വെച്ച് അതും ഭംഗിയായിട്ട് എല്ലാതും കഴിച്ചിട്ടുണ്ട്. സ്റ്റോറിങ് പ്ലേസ് എല്ലാതും ഉണ്ട്. പിന്നീടുള്ളതാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ. യൂട്ടിലിറ്റി ഏരിയയിൽ ഇത് ഡോറ് കൂടെ ഉണ്ട്, അത് മൈൻഡ് ചെയ്യാം. വാഷിംഗ് മെഷീനും ഡ്രയറും
സ്റ്റോറേജ് പ്ലേസും ടോസ്റ്റർ എല്ലാ സാധനങ്ങളും ഇവിടെ. അത് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഡൗൺ സ്റ്റെയറിലൊരു ടോയ്ലറ്റ് ഉണ്ട്, അത് റിനീറ്റ് ചെയ്തു, പുതിയ ടോയ്ലറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഇത് ഹീറ്റിംഗ് സിസ്റ്റം എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് എല്ലായിടത്തും ഗ്രാനൈറ്റ് ഇട്ട് എല്ലാം നന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.